നമസ്കാരം ചങ്ങായിമാരെ. നമ്മുടെ ചെറുപഴശ്ശി ചേലോറ താഴവയൽ പുതിയ ഭഗവതിയുടെ തിറയാഘോഷമാണിത്. മാർച്ച് 7-ാം തീയതി ഏകദേശം വൈകുന്നേരം 6:30 നമ്മുടെ വെളിച്ചപ്പാടൻ എഴുന്നള്ളത്തോടുകൂടിയാണ് ഈ ഒരു തിറയാഘോഷത്തിന്റെ തുടക്കം. തുടർന്ന് തോറ്റങ്ങളും ആരംഭിച്ചു. രാത്രി 12 മണിയോടുകൂടി വാദ്യമേള ഘോഷത്തോടെയുള്ള അടിയേറ തുടങ്ങി. ഈ ഒരു ചെറുപഴശ്ശി ഗ്രാമത്തിനോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമുണ്ട് കേട്ടോ. ഇവിടുത്തെ ഓരോ ആഘോഷങ്ങൾ വരുമ്പോൾ കുഞ്ഞു കുട്ടികൾ തൊട്ട് വയസ്സായിട്ടുള്ള ആളുകൾ വരെ ഒരുമിച്ച് ഈ ഒരു പാലത്തിന് താഴെ ഒത്തുകൂടും. ഈ ഒരു കാലത്തൊക്കെ ഒരുപാട് ആളുകൾ, അതും നല്ല പ്രായമുള്ള ആളുകളൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ഒത്തുചേരുന്ന ഒരു സ്ഥലം ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ. ഇവരുടെയൊക്കെ ഈ ഒരു സന്തോഷത്തിന്റെ കൂടെ എനിക്കും പങ്കുചേരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഈ ഒരു സമയത്ത് അവിടെ വീരന്റെ തോറ്റം നടക്കുന്നുണ്ടായിരുന്നു. അടിയറയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ വീരൻ തൈ ഇറങ്ങി. മാർച്ച് 8-ാം തീയതി ഞായറാഴ്ച രാവിലെ 5 മണിക്ക് കേട്ടാ മേലേരി പാച്ചൽ ചുട്ടുകൊള്ളുന്ന ഈ ഒരു തീക്കന്നെ മുകളിലോട്ട് ഓട്ടോ ഒക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. അതിനുശേഷം 5:30 തന്നെ പുതിയ ഭഗവതിയുടെ പുറപ്പാടായിരുന്നു. പണ്ട് കാലത്തൊക്കെ രോഗങ്ങൾ വരുത്തുന്നതും ഭേദമാക്കുന്നതൊക്കെ ദൈവങ്ങളാണെന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു. അന്ന് ത്രിലോകമാകെ വസൂരി പിടിച്ചിരിക്കുന്ന സമയത്ത് ഈ ഒരു രോഗശാന്തിക്കായി പരമശിവൻ സൃഷ്ടിച്ച ദേവതയാണ് പുതിയ ഭഗവതി എന്നൊരു വിശ്വാസമുണ്ട്. നേരമൊക്കെ അങ്ങനെ പുലർന്നു വന്നതിന് ശേഷം നമ്മുടെ ചെറുപഴശ്ശിയിലുള്ള ഈ വർഷത്തെ തിറയാഘോഷത്തിന് സമാപനമായിട്ടാ. ഈ ഒരു നാട് എനിക്ക് വല്ലാത്തൊരു കൗതുകമുള്ള നാട് തന്നെയാണ് കേട്ടാ. രാവിലെ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ചെറുപഴശ്ശി അക്കുഡക്റ്റ് പാലത്തിന്റെ താഴെക്കൂടെ പുഞ്ചിരിച്ചുകൊണ്ട് ഈ ഒരു ബസ്സിൽ നിന്നും കടന്നുപോകും. ഈ ഒരു വയലിലെ കൊയ്ത്ത് കഴിഞ്ഞാലാണ് സാധാരണ തിറയാഘോഷം നടക്കാറ്. അതും ഈ ഒരു വയലിൽ തന്നെ. കൊയ്ത്ത് മുഴുവനും കഴിയാത്തത് കൊണ്ടാണ് ആഘോഷ കമ്മിറ്റിയുടെ ഈ ഒരു ഓഫീസിന്റെ മുന്നിൽ വെച്ചിട്ട് തിറമഹോത്സവം നടന്നത്. രാവിലെ ഒരു 8:30 ഇവിടെ വന്നപ്പോൾ കാണുന്നൊരു കാഴ്ചയാണിത്. കൊയ്തെടുത്ത നെല്ലുമായി ഈ ഒരു കർഷകർ ഈ ഒരു പാലത്തിന്റെ താഴെ കൂടെ പോകുന്ന കാണാൻ എന്തൊരു ഭംഗി. ഇവിടുത്തെ ആ ഒരു നെല്ല് ചാക്കിലൊക്കെ കെട്ടി വണ്ടിയിലേക്ക് കയറ്റി വെക്കാൻ നമ്മുടെ CB വിനോദാട്ടൻ്റെ ഒരു ആവേശം വേറെ തന്നെയായിരുന്നു. ഇത് ഇവിടുത്തെ കാവിന്റെ കുളമാണ് കേട്ടാ. ഇതാണ് തിറയാഘോഷം ഒഴിഞ്ഞ നമ്മുടെ ആ ഒരു പറമ്പ് കേട്ടാ. പൊട്ടിയ പടക്കങ്ങളുടെ ബാക്കി ഭാഗവും തെയ്യത്തിന്റെ മുടിയൊക്കെ ഇങ്ങനെ കാണാം. ഇനി അടുത്ത വർഷത്തെ തിറയാഘോഷം വരുന്നത് വരെ നമ്മുടെ ചെറുപഴശ്ശി നാട്ടുകാരുടെ കാത്തിരിപ്പ് തുടരും. ഒപ്പം ഞാനും.